Hi all, this is part 3 of module 1. കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ബേസിക്സ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. അപ്പോൾ എന്താണ് ടോക്കൺ എന്ന് പറയുന്നത്? ഇൻ പ്രോഗ്രാമിംഗ്, the smallest individual unit of a program is called tokens. റിസർവ്ഡ് കീവേഡ്സ് വരാം, ഐഡൻറ്റിഫയേഴ്സ് വരാം, കോൺസ്റ്റൻറ്റ്സ് വരാം, സ്ട്രിങ്സ് വരാം, അതുപോലെ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് വരാം. കീവേഡ് എന്ന് പറയുന്നത് റിസർവ്ഡ് വേർഡ്സ് വിച്ച് ഹാസ് എ പ്രീ ഡിഫൈൻഡ് പർപ്പസ്. വേരിയബിൾ നെയിം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കറിയാം ഇൻറ്റീജർ ടൈപ്പ് ആകാം. ഇൻറ്റീജർ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ കീവേഡ് ഈസ് INT ഇൻറ്റ്, അല്ലെങ്കിൽ ഫ്ലോട്ട് വരാം. ക്യാരക്ടറിന് CHAR ക്യാർ വരാം. ദെൻ ഇഫ്, എൽസ്, ദെൻ വൈൽ, ഇതേപോലുള്ള റിസർവ്ഡ് കീവേഡ്സ് അതിനെയാണ് ജനറലി കീവേഡ്സ് എന്ന് പറയുന്നത്. ദെൻ ഐഡൻറ്റിഫയേഴ്സ്, നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, അത് ഇൻറ്റീജർ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ INT സ്പേസ് ദെൻ ഒരു വേരിയബിൾ നെയിം കൊടുക്കും. വേരിയബിൾ നെയിമിനെയാണ് ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയുന്നത്. അവിടെ കുറച്ച് റൂൾസ് ഉണ്ട്. ദ വേരിയബിൾ നെയിം ഷുഡ് ബിഗിൻ വിത്ത് ക്യാരക്ടർ ഫോളോഡ് ബൈ ലെറ്റേഴ്സ്, ഡിജിറ്റ്സ് ഓർ അണ്ടർസ്കോർ, റൗണ്ട് ബ്രാക്കറ്റ്സ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഫോളോ ചെയ്യണം. വേരിയബിൾ നെയിമായിട്ട് നമുക്ക് കീവേഡ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല, റിസർവ് വേർഡ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. സ്പേസ് ക്യാരക്ടറും ബ്ലാങ്ക് സ്പേസും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ അപ്പർ കേസും ലോവർ കേസ് ലെറ്റേഴ്സും ഡിഫറൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇൻറ്റ് സ്മോൾ എ എന്ന് കൊടുത്തു, അതേപോലെ തന്നെ ഇൻറ്റ് ക്യാപിറ്റൽ എ എന്ന് കൊടുക്കാം. ഇപ്പോൾ രണ്ട് ഡിഫറെൻറ്റ് വേരിയബിൾസ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ നമ്മുടെ പ്രോഗ്രാമിൽ ഫിക്സഡ് വാല്യൂസ് കൊടുക്കാം, അതിനെയാണ് കോൺസ്റ്റൻറ്റ്സ് എന്ന് പറയുന്നത്. അതേപോലെ ക്യാരക്ടേഴ്സ് കൊടുക്കാം. ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ സ്ട്രിങ് എന്ന് പറയുന്നത്. സോ ഇതൊരു സ്ട്രിങ് ആണ്. ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ്. ദെൻ ഓപ്പറേറ്റേഴ്സ് വരാം. ഓപ്പറേറ്റർ എന്ന് പറയുന്നതും ഒരു ടോക്കണാണ്. അത് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആവാം, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ദിസ് വൺ ഈസ് മോഡുലസ് ഓപ്പറേറ്റർ, റിമൈൻഡർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള റിമൈൻഡർ ഓപ്പറേറ്റർ. ദെൻ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് വരാം. ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ, ലോജിക്കൽ നോട്ട്. ദെൻ അതേപോലെ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് വരാം. ഈ ഒരു ഓപ്പറേറ്റർ ലെസ് ദാൻ, ദെൻ ഗ്രേറ്റർ ദാൻ ആൻഡ് ഈക്വൽ ടു, ലെസ് ദാൻ ആൻഡ് ഈക്വൽ ടു, ഡബിൾ ഈക്വൽ ടു, ദാറ്റ് മീൻസ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡബിൾ ഈക്വൽ ടു സിമ്പൽ യൂസ് ചെയ്യുന്നത്. ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ്. ഡബിൾ ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്പയറിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇക്വാലിറ്റി ചെക്ക് ചെയ്യാനുള്ള ഓപ്പറേറ്ററാണ് ഡബിൾ ഈക്വൽ ടു. ദെൻ ദിസ് വൺ ഈസ് നോട്ട് ഈക്വൽ ടു. അതേപോലെ തന്നെ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സും ഉണ്ട്. ബിറ്റ് വൈസ് ആൻഡ് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആംപർസൻഡ് സിമ്പൽ യൂസ് ചെയ്യുന്നത്. ദെൻ ബിറ്റ് വൈസ് ഓർ, bit wise XOR, bit wise NOT. Then this is used for left shift and right shift. Next, control structures എന്താണെന്ന് നോക്കാം. ബേസിക്കലി 3 ടൈപ്സ് ഉണ്ട്. 1 by 1 ആയിട്ട് ഓരോ സ്റ്റേറ്റ്മെൻറ്റും എക്സിക്യൂട്ട് ചെയ്ത് പോകുന്നതിനെയാണ് സീക്വൻസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ഇതേപോലെ എക്സിക്യൂട്ട് ചെയ്ത് പോകും. 1 by 1 ആയിട്ട് ഓരോ സ്റ്റേറ്റ്മെൻറ്റും എക്സിക്യൂട്ട് ചെയ്യും. ദെൻ സെലക്ഷൻ സ്ട്രക്ചർ, ബ്രാഞ്ചിങ് എന്ന് പറയും. ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് റൺ ചെയ്യും. ഇനി അത് ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ മറ്റുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ അവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, ബ്രാഞ്ച് ചെയ്ത് പോകുന്നു. കണ്ടീഷൻ അനുസരിച്ചാണ് അത് ബ്രാഞ്ച് ചെയ്യുന്നത്. ഓക്കെ. മറ്റൊരു ടൈപ്പ് ലൂപ്പ് സ്ട്രക്ചർ. അവിടെ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നുണ്ട്, അത് ട്രൂ ആണെന്നുണ്ടെങ്കിൽ സീരീസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. ദെൻ വീണ്ടും ആ കണ്ടീഷൻ ചെക്ക് ചെയ്യും. എഗെയിൻ അത് ട്രൂ ആണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത് പോകും. എപ്പോഴാണോ അത് ഫോൾസ് ആകുന്നത് അവിടെ നിന്ന് എക്സിറ്റ് ആവും. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ഓപ്പറേഷൻ ചെയ്യുന്നതാണ് ലൂപ്പ് സ്ട്രക്ചർ. കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ്സ് വീണ്ടും എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ. നെക്സ്റ്റ്, കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ അതിൻ്റെ സ്ട്രക്ചർ നോക്കാം, അതിൻ്റെ സിൻടാക്സ് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് സിൻടാക്സ് ഫോർ ഇഫ്. സിമ്പിൾ ഇഫ് കണ്ടീഷനാണ്.
ഇവിടെ കീവേഡാണ് ഇഫ്. ദെൻ റൗണ്ട് ബ്രാക്കറ്റിനകത്ത് കണ്ടീഷൻ കൊടുക്കുക. കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ആ കേർലി ബ്രേസസിനകത്ത് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഇഫ് എൽസ്. അവിടെ ഇഫ് ദെൻ റൗണ്ട് ബ്രാക്കറ്റിനകത്ത് കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. ഇനി എൽസ് കണ്ടീഷൻ ട്രൂ അല്ല എന്നുണ്ടെങ്കിൽ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ദിസ് ഈസ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്. മറ്റൊരെണ്ണം നോക്കാം. ഇഫ് എൽസ് ഇഫ് കണ്ടീഷൻ. നേരത്തെ പറഞ്ഞ പോലെ ഇഫ് ദെൻ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ്സ് ഇതിനകത്ത് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. ദെൻ എൽസ് ഇഫ് നെക്സ്റ്റ് കണ്ടീഷൻ കൊടുക്കാം. ഇപ്പോൾ മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ വി ക്യാൻ ഗോ ഫോർ ഇഫ് എൽസ് ഇഫ് കണ്ടീഷൻ. എൽസ് ഇഫ്, ഈ എൽസ് ഇഫ് എന്ന് പറയുന്നത് കീവേഡാണ്. ദെൻ റൗണ്ട് ബ്രാക്കറ്റിനകത്ത് കണ്ടീഷൻ കൊടുക്കുന്നു. ദെൻ ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയിക്കഴിഞ്ഞാൽ ട്രൂ ആണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. ഇനി എഗെയിൻ കണ്ടീഷൻ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിപ്പീറ്റഡ് എൽസ് ഇഫ് കൊടുക്കാം. ഫൈനലി യു നീഡ് ടു പ്രൊവൈഡ് എൽസ് ദെൻ സ്റ്റേറ്റ്മെൻറ്റ്സ്. അതായത് ഇതിന് മുകളിലുണ്ടായിരുന്ന ഒരു കണ്ടീഷനും സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് റൺ ചെയ്യും. ഓക്കെ, അപ്പോൾ സിമ്പിൾ ഇഫ് എൽസ്, ഇഫ് എൽസ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് ഐട്രേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം, അല്ലെങ്കിൽ ലൂപ്സ് നോക്കാം. 3 ഐട്രേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ ഈസ് വൈൽ ലൂപ്പ്, സെക്കൻഡ് വൺ ഈസ് ഡു വൈൽ ലൂപ്പ്, ആൻഡ് ദ തേർഡ് വൺ ഈസ് ഫോർ ലൂപ്പ്. അല്ല, ഫസ്റ്റ് വൺ വൈൽ ലൂപ്പ്. വൈൽ, ദ കീവേഡ് ഈസ് വൈൽ. റൗണ്ട് ബ്രാക്കറ്റിനകത്ത് കണ്ടീഷൻ കൊടുക്കുക. കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ, ട്രൂ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. ഇത് റിപ്പീറ്റഡായിട്ട് ചെക്ക് ചെയ്യും. അതായത് ഓരോ തവണയും സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്തിട്ട് വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ മാറിയിട്ടില്ല, ഇപ്പോഴും ട്രൂ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും റിപ്പീറ്റഡായിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്യും. എപ്പോഴാണോ കണ്ടീഷൻ ഫോൾസ് ആകുന്നത് ആ സമയം ഇവിടെ നിന്ന് എക്സിറ്റ് ആവും. കണ്ടീഷൻ ട്രൂ തന്നെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് ഡു വൈൽ ലൂപ്പ്. ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഡു എന്ന് പറയുന്ന കീവേഡാണ്. ഡൂവിനകത്ത് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷമാണ് വൈൽ കണ്ടീഷൻ. അപ്പോൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു തവണ ഡൂവിനകത്ത് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും, എന്നിട്ടാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഫോർ ലൂപ്പ്. ഫോർ ലൂപ്പിൽ 3 ഫീൽഡ്സ് വരുന്നുണ്ട്. ഫോർ എന്ന് പറയുന്ന കീവേഡാണ്. അതിനകത്ത് ഫസ്റ്റ് ഫീൽഡ് എന്ന് പറയുന്നത് ഇനിഷ്യൽ വാല്യൂ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ഇനിഷ്യൽ വാല്യൂ നമുക്ക് സെറ്റ് ചെയ്യാം. ദെൻ സെക്കൻഡ് ഫീൽഡ്, ഓരോ ഫീൽഡും തമ്മിൽ സെമികോളൻ വെച്ച് സെപ്പറേറ്റ് ചെയ്യണം. ഫസ്റ്റ് ഫീൽഡ് ഇനിഷ്യൽ വാല്യൂ, ദെൻ സെമികോളൻ, നെക്സ്റ്റ് കണ്ടീഷൻ കൊടുക്കുക, ടെസ്റ്റ് കണ്ടീഷൻ, ദെൻ സെമികോളൻ. ദ തേർഡ് ഫീൽഡ് എന്ന് പറയുന്നത് മോഡിഫിക്കേഷനാണ്. അത് ഇൻക്രിമെൻ്റ് ആകാം, ഡിക്രിമെൻ്റ് ഓപ്പറേഷൻ ആകാം. അതിനകത്ത് വേണം കേർലി ബ്രേസിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കാനുള്ളത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഇനിഷ്യൽ വാല്യൂ ഒരു തവണയാണ്, ആദ്യത്തെ തവണ മാത്രമേ സെറ്റ് ചെയ്യുള്ളൂ. ദെൻ പിന്നെ വീണ്ടും ആ കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. ദെൻ ഇൻക്രിമെൻ്റ് അല്ലെങ്കിൽ ഡിക്രിമെൻറ്റ് നമ്മൾ പറയുന്നത് പോലെ അത് എക്സിക്യൂട്ട് ചെയ്യും. വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യും. ട്രൂ ആണെന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. എഗെയിൻ ഡിക്രിമെൻ്റ് ഓർ ഇൻക്രിമെൻറ്റ് മോഡിഫിക്കേഷൻ ചെയ്യും. കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, ആ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്തു പോകും. ഓക്കെ, ഓക്കെ, നമുക്കൊരു പ്രോഗ്രാം ചെയ്ത് നോക്കാം. നമ്മുടെ വർക്ക് സ്പേസിൽ IO സ്ട്രീം എന്ന് പറഞ്ഞ ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്യണം. സ്റ്റാൻഡേർഡ് നെയിം സ്പേസ് യൂസ് ചെയ്യുക. ഏതൊരു പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാലും ദേ വിൽ ബി എ മെയിൻ ഫങ്ഷൻ. അപ്പം ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇതാണ്. കീബോർഡിൽ നിന്ന് നമ്പർ അക്സെപ്റ്റ് ചെയ്യുക. അക്സെപ്റ്റ് ചെയ്ത നമ്പർ ഈവൻ ആണോ ഓഡ് ആണോ എന്നുള്ളത് നോക്കുക. അപ്പോൾ മെയിൻ ടൈപ്പ് ചെയ്തു, മെയിൻ ഫങ്ഷൻ. റിട്ടേൺ ടൈപ്പ് ഇൻറ്റീജർ ആണ്. അപ്പോൾ യൂസറിൻ്റെ അടുത്ത് ചോദിക്കണം ഒരു നമ്പർ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രിൻ്റ് ചെയ്ത് ചോദിക്കണം എൻ്റർ എ നമ്പർ. ഇപ്പോൾ സി ഔട്ട് ഓബ്ജക്റ്റ്, ദെൻ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ, ദെൻ കോഡ്സിനകത്ത്
ഡിസ്പ്ലേ ചെയ്യാനുള്ളത് എന്താണോ അത് കൊടുക്കുക. എൻ്റർ എ നമ്പർ ഈക്വൽ ടു കോട്ട്സ് ക്ലോസ് ചെയ്യുക. പിന്നീട് ഏതൊരു സ്റ്റേറ്റ്മെൻറ്റും എൻഡ് ചെയ്യുമ്പോൾ സെമിക്കോളൻ കൊടുക്കണം. ദെൻ ഇനി കീബോർഡ് വഴി അക്സെപ്റ്റ് ചെയ്യാനാണ്. ഇപ്പോൾ CN, ദെൻ ഇൻപുട്ട് ഓപ്പറേറ്റർ, ദെൻ ഒരു വേരിയബിളിൽ സേവ് ചെയ്യണം. ഞാനിവിടെ വേരിയബിൾ നെയിം കൊടുത്തിരിക്കുന്നത് എക്സ് എന്നാണ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഡിക്ലെയർ ചെയ്യണം ഇൻറ്റീജർ ടൈപ്പ് വേരിയബിൾ. അപ്പോൾ ഇൻറ്റ് എക്സ് എന്ന് കൊടുത്തു. അതിനുശേഷമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂ. ദെൻ എൻട്രി ചെയ്ത നമ്പർ ഈവൻ ആണോ ഓഡ് ആണോ എന്ന് നോക്കണം. അപ്പോൾ അതിനൊരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയാണ്, ഇഫ് കീവേഡ്. ദെൻ റിമൈൻഡറാണ് ഞാൻ ചെക്ക് ചെയ്യുന്നത്. നമ്മൾ അക്സെപ്റ്റ് ചെയ്ത വാല്യൂ ഡിവൈഡ് ബൈ 2 ചെയ്ത് റിമൈൻഡർ എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് മോഡുലസ് ഓപ്പറേറ്റർ എടുത്തത്. എക്സ് മോഡുലസ് 2 റിമൈൻഡർ കിട്ടും. ദെൻ ഡബിൾ ഈക്വൽ ടു എന്ന് പറയുന്നത് ഈക്വൽ ടു ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, രണ്ട് നമ്പർ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 0 ആണെന്നുണ്ടെങ്കിൽ, റിമൈൻഡർ 0 ആണെന്നുണ്ടെങ്കിൽ അത് ഈവൻ ആണ്. അത് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സി ഔട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത വാല്യൂ എക്സ് എന്താണോ അത് പ്രിൻ്റ് ചെയ്യുന്നു. ഈസ് ഈവൻ നമ്പർ എന്ന് പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ ഇതേപോലെ കൊടുത്തു, സെമിക്കോളൻ. ദെൻ എൽസ് കീവേഡ്. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് പ്രിൻ്റ് ചെയ്യാനുള്ളത്? ഓഡ് നമ്പർ എന്ന് പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ സി ഔട്ട് ഓപ്പറേറ്റർ എക്സ് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത വാല്യൂ എന്താണോ അത് പ്രിൻ്റ് ചെയ്തു. ഈസ് ഓഡ് നമ്പർ, സെമിക്കോളൻ. ഓക്കെ, അപ്പോൾ ഇഫ് എൽസ് കണ്ടീഷനാണ് നമ്മളവിടെ നോക്കിയത്. ദെൻ ഫൈനലി എൻഡ് ചെയ്യുന്നത് ബൈ പാസിങ് 0, റിട്ടേൺ 0. അതുകൊണ്ടാണ് മെയിൻ എന്ന് പറയുന്നത് ഇൻറ്റീജർ ടൈപ്പ്. ബിൽഡ് ചെയ്ത് നോക്കാം. 0 എറേഴ്സ് ആൻഡ് 0 വാർണിങ്സ്. റൺ ചെയ്യുകയാണ്. ഇപ്പോൾ നമ്പർ അടിക്കുകയാണ്. അപ്പോൾ എൻ്റർ എ നമ്പർ ഞാൻ ഒരു 5 കൊടുത്തു. 5 ഈസ് ഓഡ് നമ്പർ. ഓക്കെ, വീണ്ടും നോക്കാം. 8 എന്ന് കൊടുക്കുകയാണ്. സോ 8 ഈസ് ഈവൻ നമ്പർ. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത പ്രോഗ്രാം തന്നെ ഒന്ന് മോഡിഫൈ ചെയ്യുകയാണ്. നേരത്തെ എഴുതിയാൽ ഒരു ഫംഗ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മെയിൻ ഫംഗ്ഷൻ. ഇപ്പോൾ ഒരു പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാൽ ദർ ക്യാൻ ബി ഡിഫറെൻറ്റ് ഫങ്ഷൻസ്. ഇപ്പോൾ ഞാനൊരു ഗ്ലോബൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയാണ്. ഗ്ലോബൽ വേരിയബിൾ എന്ന് പറയുന്നത് ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന വേരിയബിൾ എക്സ് എന്നാണ്. ഈ ഒരു വേരിയബിൾ ഈ ഒരു ഫയലിൽ എവിടെയും തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഗ്ലോബൽ എന്ന് പറയുന്നത്. ദെൻ മറ്റൊരു ഫംഗ്ഷൻ കൂടി യൂസ് ചെയ്യുകയാണ്. ഗെറ്റ് നമ്പർ എന്നാണ്. ഗെറ്റ് അണ്ടർസ്കോർ നമ്പർ എന്ന് കൊടുത്തു. ദെൻ അവിടെ സ്റ്റേറ്റ്മെൻറ്റ്സ് സി ഔട്ട്. ദെൻ പ്രിൻ്റ് ചെയ്യാണ് എൻ്റർ എ നമ്പർ. ഒരു നമ്പർ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫംഗ്ഷൻ എഴുതുന്നത്. ദെൻ കോട്ട്സ് സെമിക്കോളൻ ഇട്ടു. ദെൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്പർ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് CN ഓപ്പറേറ്റർ എക്സ് എന്ന് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ഒരു ഫംഗ്ഷനായിട്ട് ഞാൻ എഴുതി, സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതി. ദെൻ ഒരു ഫംഗ്ഷൻ കൂടി വേണം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെക്ക് എന്നൊരു ഫംഗ്ഷൻ കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫംഗ്ഷൻ നെയിം കൊടുക്കാം. ഞാനിവിടെ ചെക്ക് എന്ന് കൊടുത്തു. ദെൻ ബ്രേസസിനകത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതാം. ഇവിടെ കണ്ടീഷൻ കൊടുക്കുകയാണ്. ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്, ദെൻ കണ്ടീഷൻ എക്സ് മോഡുലസ് ഓപ്പറേറ്റർ 2 കൊടുത്തു. ചെക്ക് ചെയ്യാണ് അത് 0 ആണോ എന്ന് ചെക്ക് ചെയ്യാണ്. റിമൈൻഡർ 0 ആണെന്നുണ്ടെങ്കിൽ ഈവൻ നമ്പർ എന്ന് പ്രിൻ്റ് ചെയ്യുകയാണ്. സി ഔട്ട് ഈവൻ നമ്പർ എന്ന് പ്രിൻ്റ് ചെയ്യുകയാണ്. എക്സ് ഈസ് ഈവൻ നമ്പർ. ഓക്കെ, സെമിക്കോളൻ. ദെൻ എൽസ് ഓഡ് നമ്പർ എന്ന് പ്രിൻ്റ് ചെയ്യണം. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് കേർലി ബ്രേസിനകത്ത് സി ഔട്ട് എക്സ് ഈസ് ഓഡ് നമ്പർ എന്ന് കൊടുക്കണം. സി ഔട്ട് ഓപ്പറേറ്റർ. ദെൻ ഈസ് സ്പേസ് കൊടുത്ത് ഈസ് ഓഡ് നമ്പർ. ഓക്കെ, ഇപ്പോൾ രണ്ട് സെപ്പറേറ്റ് ഫങ്ഷൻസ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഗെറ്റ് നമ്പർ, സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ചെക്ക് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. ഓക്കെ, ഇപ്പോൾ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യം റൺ ചെയ്യുന്നത് മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. അപ്പോൾ മെയിനിൽ നിന്നുകൊണ്ട് വേണം ബാക്കിയുള്ള രണ്ട് ഫങ്ഷൻസ് കോൾ ചെയ്യാനുള്ളത്.
ഓക്കെ, അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ആദ്യം മെയിൻ അകത്തോട്ട് വരും. ദെൻ ആദ്യം കൊടുക്കേണ്ടത് ഫസ്റ്റ് എൻ്റർ ചെയ്യാനുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ഫംഗ്ഷൻ ഗെറ്റ് അണ്ടർസ്കോർ നമ്പർ എന്നാണ്. സെയിം ഫംഗ്ഷൻ നെയിം തന്നെ നോക്കി കൊടുക്കുക. അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യാം. അതിനുശേഷം ചെക്ക് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യാം. അപ്പോൾ ആദ്യം ഗെറ്റ് നമ്പർ എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. ദെൻ ചെക്ക് എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അവിടെ ഒരു എററുണ്ട്. സോ ഇവിടെ റിട്ടേൺ ടൈപ്പ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് വോയിഡ് കൊടുക്കുക. വാർണിംഗ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. വോയിഡ് കൊടുത്തു. ദെൻ ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. മെയിൻ എന്ന് പറയുന്നത് ഇൻറ്റീജർ റിട്ടേൺ ടൈപ്പാണ്, റിട്ടേൺ 0. ബാക്കിയുള്ള രണ്ട് ഫങ്ഷൻസും റിട്ടേൺ കീവേഡ് ഇല്ല. അവിടെ എററൊന്നും തന്നെ ഇല്ല. എക്സിക്യൂട്ട് ചെയ്യാണ്. എൻ്റർ എ നമ്പർ, ഞാൻ നമ്പർ കൊടുക്കുകയാണ് 15. 15 ഈസ് ഓഡ് നമ്പർ. ദെൻ ഒരു തവണ കൂടി എക്സിക്യൂട്ട് ചെയ്യാണ്. 10 എന്ന് കൊടുത്തു. 10 ഈസ് ഈവൻ നമ്പർ. ഓക്കെ, ദെൻ ഈ ഒരു പ്രോഗ്രാം തന്നെ ഒന്നുകൂടി ഞാൻ മോഡിഫൈ ചെയ്യുകയാണ്. ഇവിടെ രണ്ട് ഫങ്ഷൻസ് ആണ്, ഗെറ്റ് നമ്പർ, ചെക്ക്. ഞാൻ ഗ്ലോബൽ വേരിയബിൾ ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. മെയിൻ ഫങ്ഷനിൽ ഒരു ലോക്കൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയാണ്, ഇൻറ്റീജർ ടൈപ്പ് എക്സ്. ദെൻ എക്സ് ഈക്വൽ ടു ഗെറ്റ് നമ്പർ ഫങ്ഷൻ. മീനിങ് ഇതാണ്, ഗെറ്റ് നമ്പർ എന്ന് പറയുന്ന ഫങ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് ദാറ്റ് ഷുഡ് റിട്ടേൺ ആൻ ഇൻറ്റീജർ നമ്പർ. സോ ഗെറ്റ് നമ്പർ എന്ന് പറയുന്നത് ഇൻറ്റീജർ ടൈപ്പ് റിട്ടേൺ ടൈപ്പ് കൊടുക്കണം. അപ്പോൾ വോയിഡ് എന്ന് മാറ്റി ഇൻറ്റ് കൊടുക്കുക. അത് മാത്രമല്ല, ഒരു ഇൻറ്റീജർ നമ്പർ നമ്മൾ റിട്ടേൺ ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നമ്പർ അക്സെപ്റ്റ് ചെയ്തു, കീവേഡ് വഴി അക്സെപ്റ്റ് ചെയ്തു. ഞാനവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയാണ്, പി എന്ന് കൊടുത്തു, ഇൻറ്റീജർ പി. ദെൻ CN പി എന്ന് കൊടുത്തു. അപ്പോൾ കീബോർഡ് വഴി അക്സെപ്റ്റ് ചെയ്ത് പിയിൽ സേവ് ചെയ്യും. ദെൻ ഈ പി എന്ന് പറയുന്ന വേരിയബിൾ ദാറ്റ് ഈസ് ഇൻറ്റീജർ നമ്പറാണ് റിട്ടേൺ ചെയ്യുന്നത്. സോ റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത് ഇവിടെ ഇൻറ്റീജർ ടൈപ്പാണ്. ഓക്കെ, അപ്പോൾ റിട്ടേൺ ടൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ, ഡേറ്റ ടൈപ്പ് ഇൻറ്റീജർ കൊടുത്തു കഴിഞ്ഞാൽ യു ഷുഡ് റിട്ടേൺ ആൻ ഇൻറ്റീജർ നമ്പർ. ആ ഒരു ഇൻറ്റീജർ നമ്പറാണ് എക്സിലോട്ട് ഇവിടെ പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഗെറ്റ് നമ്പർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. ഇൻറ്റീജർ നമ്പർ, അതായത് കീബോർഡ് വഴി അക്സെപ്റ്റ് ചെയ്ത നമ്പർ എക്സിലോട്ട് പാസ് ചെയ്തു. ഇനി ചെക്ക് എന്ന് പറയുന്ന ഫംഗ്ഷൻ, ഈ റൗണ്ട് ബ്രാക്കറ്റിനകത്ത് ആർഗ്യുമെൻറ്റ്സ് ആണ് നമ്മൾ പാസ് ചെയ്യാനുള്ളത്. ആർഗ്യുമെൻറ്റ്സ് ആണ് വരുന്നത്. അവിടെ ഞാൻ എക്സ് എന്ന് കൊടുത്തു. അക്സെപ്റ്റ് ചെയ്ത വാല്യൂ ആണ് എക്സ്. ഓക്കെ, അപ്പോൾ അവിടെ ആർഗ്യുമെൻറ്റ് ഇൻറ്റീജർ ടൈപ്പാണ്. അപ്പോൾ ഇൻറ്റീജർ ടൈപ്പ് INT, ഞാനിവിടെ Q എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ചെക്ക് എന്ന് പറയുന്ന ഫംഗ്ഷൻ നിങ്ങൾ കോൾ ചെയ്യുമ്പോൾ അവിടെ എക്സ് ആണ് മെസ്സേജ് ആയിട്ട് പാസ് ചെയ്യുന്നത്. എക്സ് എന്ന് പറഞ്ഞാൽ ഇൻറ്റീജർ ടൈപ്പാണ്. സോ ഇൻറ്റീജർ ടൈപ്പ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ആർഗ്യുമെൻറ്റിൻ്റെ അവിടെ ഇൻറ്റ് Q എന്ന് കൊടുത്തു. ഓക്കെ, ദെൻ ഇപ്പോൾ നമ്പർ ഇരിക്കുന്നത് Q എന്ന് പറയുന്ന വേരിയബിളാണ്. അപ്പോൾ Q%2 റിമൈൻഡർ 0 ആണോ എന്ന് ചെക്ക് ചെയ്തു. 0 ആണെന്നുണ്ടെങ്കിൽ Q ഇറ്റ് ഈസ് ഈവൻ നമ്പർ എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്തു. എൽസ് Q ഈസ് ഓഡ് നമ്പർ എന്ന് കാണിക്കണം. ഇവിടെ ആർഗ്യുമെൻ്റ് ആണ് ഇൻറ്റീജർ ടൈപ്പ്, റിട്ടേൺ ടൈപ്പ് ഒന്നും തന്നെ ഇല്ല, അതുകൊണ്ട് തന്നെ അത് വോയിഡ് ആണ്. ആർഗ്യുമെൻറ്റ് ഇൻറ്റീജർ ടൈപ്പ്. അവിടെ ഒരു എററുണ്ട്. അവിടെ ഞാൻ എക്സ് എന്ന് മാറ്റി Q കൊടുക്കണം. ഓക്കെ, ദെൻ ഒന്നുകൂടി എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം, ബിൽഡ് ചെയ്യാം. 0 എറേഴ്സ് ആൻഡ് 0 വാർണിങ്സ്. ഓക്കെ, ഇനി റൺ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റർ എ നമ്പർ, ഞാനൊരു നമ്പർ കൊടുക്കുകയാണ്, സേ 15. 15 ഈസ് ഓഡ് നമ്പർ. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. രണ്ട് ഫങ്ഷൻസ് ഉണ്ട്. ഗെറ്റ് നമ്പർ എന്ന് പറയുന്ന ഫങ്ഷൻ റിട്ടേൺ ടൈപ്പ് ഉണ്ട്, ഇൻറ്റീജറാണ്. ഗെറ്റ് നമ്പറിൽ ആർഗ്യുമെൻറ്റ്സ് ഒന്നും തന്നെ ഇല്ല. ഓക്കെ,
ബട്ട് ചെക്ക് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ ആർഗ്യുമെൻ്റ് ഉണ്ട്, ഇൻറ്റീജർ ടൈപ്പാണ്. അതായത് ആ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ യു ഷുഡ് പാസ് ആൻ ഇൻറ്റീജർ നമ്പർ. ഇവിടെ എക്സ് എന്ന് പറയുന്ന ഇൻറ്റീജർ നമ്പറാണ്. അപ്പോൾ എക്സ് ആണ് അവിടെ ക്യൂവിലോട്ട് പാസ് ചെയ്യുന്നത്. ആ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കുക. ഇനി മറ്റൊരു പ്രോഗ്രാം നോക്കാം. ഇവിടെയും രണ്ട് ഫങ്ഷൻസ് വരുന്നുണ്ട്, ഗെറ്റ് നമ്പർ ആൻഡ് അനദർ ഫങ്ഷൻ ചെക്ക്. ഇവിടെ 2 നമ്പേഴ്സ് കളക്ട് ചെയ്യുന്നുണ്ട്, ഗെറ്റ് നമ്പർ, അനദർ ഫങ്ഷൻ ഈസ് ചെക്ക്. ഗ്ലോബൽ വേരിയബിൾസ് ആണ് എക്സും വൈയും. ഇപ്പോൾ 2 നമ്പേഴ്സും കളക്ട് ചെയ്ത് എക്സ് ആൻഡ് വൈയിൽ സേവ് ചെയ്യും. റിട്ടേൺ ടൈപ്പ് വോയിഡ് ആണ്. ദെൻ ചെക്ക് ഫംഗ്ഷൻ നമുക്ക് നോക്കാം. അവിടെ 2 ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്, പിയും ക്യൂവും. രണ്ടും ഇൻറ്റീജർ ടൈപ്പാണ്. ആ ഒരു ചെക്ക് ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ 2 ഇൻറ്റീജർ നമ്പർ നമ്മൾ പാസ് ചെയ്യണം. അങ്ങനെയാണ് അത് ഇൻവോക്ക് ചെയ്യുന്നത്. ദെൻ ഇഫ് കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്, പി ഗ്രേറ്റർ ദാൻ ക്യൂ ആണെന്നുണ്ടെങ്കിൽ പി ഈസ് ഗ്രേറ്റർ ദാൻ ക്യൂ എന്ന് നമ്മൾ പ്രിൻറ്റ് ചെയ്യണം. പിയുടെ വാല്യൂ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ക്യൂ. ഇപ്പോൾ ക്യൂയുടെ വാല്യൂം അവിടെ പ്രിൻറ്റ് ചെയ്യും. ഓക്കെ. ദെൻ എൽസ് ഇഫ് മറ്റൊരു കണ്ടീഷൻ, പി ലെസ് ദാൻ ക്യൂ. പി ലെസ് ദാൻ ക്യൂ ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് കണ്ടീഷൻ, അതാണ് എൽസ് ഇഫിൻ്റെ അകത്ത് നെക്സ്റ്റ് കണ്ടീഷൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്യൂ ഈസ് ഗ്രേറ്റർ ദാൻ പി എന്ന് പ്രിൻറ്റ് ചെയ്യണം. ഓക്കെ. ഇനി അതും അല്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് കണ്ടീഷൻ, ഇനി ഒരു കണ്ടീഷൻ കൂടിയേ ഉള്ളൂ, അത് എൽസ് എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. അത് പിന്നീട് കണ്ടീഷനായിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. ഓൾറെഡി 2 കണ്ടീഷനും ചെക്ക് ചെയ്തു. ഇപ്പോൾ ലാസ്റ്റായിട്ട് എൽ സ്റ്റേറ്റ്മെൻറ്റ്, അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, അവിടെ കണ്ടീഷനൊന്നും വരത്തില്ല. എൽസ് സി ഔട്ട് പി ഈക്വൽ ടു ക്യൂ. 2 കണ്ടീഷനും സാറ്റിസ്ഫൈഡ് അല്ല, പിന്നീട് എന്താണ്, പി ഈക്വൽ ടു ക്യൂ ആണ്. അപ്പോൾ അത് പ്രിൻറ്റ് ചെയ്തു. അപ്പോൾ ഇഫ്, എൽസ് ഇഫ് ആൻഡ് എൽസ്. ഇനി ഫംഗ്ഷൻ കോൾ ചെയ്യാണ്, മെയിനകത്ത് ഗെറ്റ് നമ്പർ. ഇപ്പോൾ 2 നമ്പേഴ്സും കളക്ട് ചെയ്ത് എക്സിലും വൈയിലും സേവ് ചെയ്യും. ഓക്കെ. ദെൻ ഈ 2 നമ്പേഴ്സും പാസ് ചെയ്യാണ്, ചെക്ക് എക്സ് കോമ വൈ. ആർഗ്യുമെൻറ്റ്സ് ആയിട്ടാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ 2 നമ്പേഴ്സും നമ്മൾ പാസ് ചെയ്തു. ദാറ്റ് ഈസ് അസൈൻ ടു പി ആൻഡ് ക്യൂ. ഓക്കെ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ പിയിലും വൈയുടെ വാല്യൂ ക്യൂവിലാണുള്ളത്. പിന്നീട് അത് കണ്ടീഷൻ ചെക്ക് ചെയ്യും, ബിൽഡ് ചെയ്യാം. എൻ്റെ 2 നമ്പേഴ്സ് കൊടുക്കുകയാണ്, 10 ദെൻ 15. 15 ഈസ് ഗ്രേറ്റർ ദാൻ 10 എന്ന് കാണിക്കുകയാണ്, കറക്റ്റാണ്. ദെൻ വീണ്ടും റൺ ചെയ്ത് നോക്കാം. അനദർ 2 നമ്പേഴ്സ് 2 ആൻഡ് 5. സോ 5 ഈസ് ഗ്രേറ്റർ ദാൻ 2. അപ്പോൾ 2 കണ്ടീഷൻസും ചെക്ക് ചെയ്തു. ഇനി എൽസ് കൂടി നോക്കാം. അതായത് 2 നമ്പേഴ്സും ഈക്വൽ ആണോ എന്ന് നോക്കാം. 105 സെയിം നമ്പർ ഒന്നുകൂടി കൊടുക്കുകയാണ്. സോ ഈക്വൽ വന്നു. ഓക്കെ. ദെൻ മറ്റൊരു പ്രോഗ്രാം നോക്കാം. ഇവിടെ ലൂപ്പ് വരുന്നുണ്ട്. ഒരു ഗെറ്റ് നമ്പർ എന്ന് പറയുന്ന ഫംഗ്ഷനുണ്ട്. ഇവിടെ ഒരു നമ്പർ അക്സെപ്റ്റ് ചെയ്തു. ദെൻ ഡിസ്പ്ലേ എന്ന് പറയുന്ന മറ്റൊരു ഫംഗ്ഷനുണ്ട്. അവിടെ ആർഗ്യുമെൻറ്റും ഉണ്ട്. ഇനി അതിനകത്ത് വരുന്നത് വൈൽ ലൂപ്പ്, ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വൈൽ എന്ന് പറയുന്ന കീവേഡാണ്. ദെൻ കണ്ടീഷൻ പി നോട്ട് ഈക്വൽ ടു, അത് നോട്ട് ഈക്വൽ ടു ഓപ്പറേറ്ററാണ്. പി നോട്ട് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ ചെക്ക് ചെയ്തു, കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ ആ ലൂപ്പിനകത്ത് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് റൺ ചെയ്യും. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, പി പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ പി നോട്ട് ഈക്വൽ ടു 0, ഇപ്പോൾ പിയുടെ വാല്യൂ 5 ആണെന്നുണ്ടെങ്കിൽ 5 നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ 5 പ്രിൻ്റ് ചെയ്യുന്നു. ദെൻ /n ന്യൂ ലൈൻ കഴിഞ്ഞതിന് ശേഷം പി മൈനസ് മൈനസ്. ഈ പി മൈനസ് മൈനസ് എന്ന് പറയുന്നത് പി ഈസ് ഈക്വൽ ടു പി മൈനസ് 1 എന്നാണ്. ഓക്കെ. ഡിക്രിമെൻ്റ് ചെയ്ത് പോവുകയാണ്. ഡിക്രിമെൻ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യും. അതാണ് ലൂപ്പിൻ്റെ പ്രത്യേകത. ഇപ്പോൾ 5 എന്നുള്ള 4 ആയി. ഓക്കെ. മൈനസ് മൈനസ് ചെയ്ത് 4 ആയി.
കണ്ടീഷൻ ചെക്ക് ചെയ്തു, 4 നോട്ട് ഈക്വൽ ടു 0 കറക്റ്റാണ്. 4 പ്രിൻറ്റ് ചെയ്തു, ന്യൂ ലൈൻ പ്രിൻറ്റ് ചെയ്തു. ന്യൂ ലൈൻ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് /n കൊടുക്കുന്നത്. ഓക്കെ, വീണ്ടും മൈനസ് ചെയ്തു, വീണ്ടും ഇത് ലൂപ്പ് ചെയ്ത് പോകും. അപ്പോൾ 0 വരെ അത് പ്രിൻറ്റ് ചെയ്യും, അതിനുശേഷം അത് എക്സിറ്റ് ആവും. അപ്പോൾ കണ്ടിന്യൂസ്ലി അത് എക്സിക്യൂട്ട് ചെയ്യും. അത് ട്രൂ ആയിരിക്കുന്നിടത്തോളം കാലം അത് എക്സിക്യൂട്ട് ചെയ്യും. എപ്പോഴാണ് ഫോൾസ് ആവുന്നത് അത് എക്സിറ്റ് ആവും. അപ്പോൾ 0 വരെ പ്രിൻറ്റ് ചെയ്യും, 0 -1 ആകുമ്പോൾ അത് എക്സിറ്റ് ആവും. അത് ശ്രദ്ധിക്കുക, മെയിൻ ഫംഗ്ഷനിൽ നിന്നുകൊണ്ടാണ് അത് ഇൻവോക്ക് ചെയ്യുന്നത്. ഗെറ്റ് നമ്പർ, ഫസ്റ്റ് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്തു, ദെൻ ഡിസ്പ്ലേ എക്സ്, കീബോർഡിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്ത വാല്യൂ ആ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, എക്സ് എന്ന് പറയുന്ന ഗ്ലോബൽ വേരിയബിളാണ്, ഇൻറ്റ് എക്സ്. ഓക്കെ, ദെൻ മറ്റൊരു പ്രോഗ്രാം നോക്കാം. നേരത്തെയുള്ള പ്രോഗ്രാമിൽ വൈൽ ലൂപ്പായിരുന്നു. വൈൽ കണ്ടീഷൻ ചെക്ക് ചെയ്തു, കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, മറ്റൊരു ലൂപ്പ് കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫോർ ലൂപ്പാണ്. അത് നമുക്ക് നോക്കാം. ഫോർ കീവേഡ്, ബ്രാക്കറ്റിനകത്ത് 3 ഫീൽഡ്സ് വരുന്നുണ്ട്. ഫീൽഡ്സ് സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് സെമികോളൻ യൂസ് ചെയ്യും, പ്രത്യേകം ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഫീൽഡ് എന്ന് പറയുന്നത് ഇനിഷ്യലൈസേഷനാണ്. ഒരു വേരിയബിൾ അവിടെ കൊടുത്തു, ഇനിഷ്യലൈസ് ചെയ്തു, ഇൻറ്റീജർ ടൈപ്പ് I ഈക്വൽ ടു 0, ദെൻ കണ്ടീഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ വേരിയബിൾ I P ആയിട്ട് കമ്പയർ ചെയ്യുകയാണ്, <= P. ഈ P എന്ന് പറയുന്നത് ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യുന്ന വാല്യൂ ആണ്. ഡിസ്പ്ലേ ഫംഗ്ഷൻ അവിടെ വരുന്ന ആർഗ്യുമെൻ്റാണ്. അത് ചെക്ക് ചെയ്തു, ദെൻ മോഡിഫിക്കേഷനാണ്. ഇൻക്രിമെൻ്റ് ഓർ ഡിക്രിമെൻറ്റ് വരാം. ഞാൻ ഇവിടെ കൊടുക്കുന്നത് ഇൻക്രിമെൻ്റ് ഓപ്പറേഷനാണ്, I++, which is equal to I is equal to I+1. ഓക്കെ, ഇനി ഇതിനകത്ത് ബ്രാക്കറ്റ്സിനകത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കാം. എനിക്കിവിടെ 0 തൊട്ട് P വരെയുള്ള വാല്യൂസ് 1 by 1 ആയിട്ട് പ്രിൻറ്റ് ചെയ്യണം. ഞാൻ അവിടെ I പ്രിൻറ്റ് ചെയ്യാണ്. ദെൻ എൻഡ് ലൈൻ, ന്യൂ ക്യാരക്ടർ അല്ലെങ്കിൽ എൻഡ് ലൈൻ കൊടുക്കാം, ന്യൂ ലൈനിൽ വരും. ദെൻ ഒരു തവണയാണ് ഇനിഷ്യലൈസേഷൻ നടക്കുന്നത്, പിന്നീട് കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഇപ്പോൾ Pയുടെ വാല്യൂ 5 ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 0 <= 5 കറക്റ്റാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ I പ്രിൻറ്റ് ചെയ്യും, പിന്നീട് ഇൻക്രിമെൻറ്റ് ചെയ്യും, മോഡിഫിക്കേഷൻ നടക്കും. ഇവിടെ ഇൻക്രിമെൻ്റ് ഓപ്പറേഷനാണ്. ഇപ്പോൾ I+1, ഇപ്പോൾ 1 ആയി. ഇപ്പോൾ 1 <= 5 കറക്റ്റാണ്. ഇപ്പോൾ 1 പ്രിൻറ്റ് ചെയ്തു, ദെൻ മോഡിഫൈ ചെയ്യുന്നു, 2 ആയി. ഇപ്പോൾ I2 ആണ്. എഗെയിൻ ചെക്ക് ചെയ്യാണ്, 2 <= P. ഓക്കെ, അപ്പോൾ ആ ഒരു ഓപ്പറേഷൻ ഇങ്ങനെ നടന്നു പോവും, റിപ്പീറ്റായിട്ട് നടക്കും. ഇൻക്രിമെൻറ്റ് ചെയ്ത് എപ്പോഴാണോ ഐയുടെ വാല്യൂ Pയെക്കാട്ടി എക്സീഡ് ചെയ്യുന്നത് ആ സമയത്ത് എക്സിറ്റ് ആവും. നമുക്ക് നോക്കാം. ഒരു നമ്പർ എൻ്റർ ചെയ്യുകയാണ്, 10. കണ്ടോ, 0 തൊട്ട് 10 വരെ 1 by 1 ആയിട്ട് പ്രിൻറ്റ് ചെയ്യുകയാണ്. ഒന്നുകൂടി നോക്കാം. ഞാൻ 3 എന്ന് കൊടുത്തു, 0 1 2 3. ഓക്കെ, ഇതുവരെ പറഞ്ഞ ഒരു എക്സാമ്പിൾസിലും ക്ലാസ്സും ഒബ്ജക്റ്റും പറഞ്ഞിട്ടില്ല. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ ക്ലാസ്സും ഒബ്ജക്റ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത സെഷനിൽ നമുക്ക് എങ്ങനെയാണ് ക്ലാസ്സും ഒബ്ജക്റ്റും ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് പറയാം. ഓക്കെ, താങ്ക് യു.